ഒരു കഥ പറയട്ടെ. കുട്ടിക്കാലം തൊട്ടുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ശവപ്പറമ്പ്, സെമിത്തേരി, ഡ്രാക്കുളയുടെ കഥകൾ, പ്രേതം, ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 10 വരെ പഠിച്ചിരുന്നത് കൊട്ടാരക്കര സെൻറ് മേരീസിലായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം, എല്ലാ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒന്നും തോന്നും, നമ്മൾ പള്ളിയിൽ പോകണം. അപ്പം നിർബന്ധമൊന്നുമല്ല, ആവശ്യമുള്ളവർക്ക് പോയാൽ മതി. അങ്ങനെ അപ്പം ഞാൻ ഇതിനു വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കും. കാരണം എനിക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നതും അതൊക്കെ എനിക്ക് പന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അന്ന് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പോകുന്ന പള്ളിയിലെ ആ ഒരു ഇടവകയിലുള്ള കുട്ടിയായിരുന്നു അവൾ. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സെമിത്തേരി ഉണ്ടോ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ സെമിത്തേരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, നീ എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെന്താ, കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അവളും അടുത്ത വെള്ളിയാഴ്ച ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ ആ ദിവസം വന്നെത്തി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഇട്ടു, ഇന്ന് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും പള്ളിയിൽ കയറി പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവള് പറഞ്ഞു, ഇടി പള്ളി കഴിഞ്ഞിട്ട് ഒരു റോഡും കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് ഇത്. അപ്പോൾ അവിടെ അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ പോകാറില്ല, പിന്നെ ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ആൾക്കാരോട് വരാറുള്ളൂ എന്നൊക്കെ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഈ ചെറുനാരങ്ങയുടെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഒരു ഹോബിയായിരുന്നു ഇതിനകത്തുനിന്ന് 2-3 ചെറുനാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ നീര് ഞങ്ങൾ കുപ്പിയിലൊഴിച്ചിട്ട് എൻ്റെ കൂട്ടുകാരി പഞ്ചസാരയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ കുപ്പിക്കത്തിട്ട് നല്ലപോലെ കുലുക്കും. അപ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് കുലുക്കി കുടിച്ചുകൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ കലാപരിപാടികൾ ഞങ്ങൾ തുടങ്ങാറുള്ളത്. അപ്പം ഞങ്ങൾ പതിവ് പോലെ ഇതൊക്കെ കലക്കി ഒരു കുപ്പിക്കത്തൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ നടന്നു. അപ്പോൾ ആരും കാണാതെ വേണ്ടി പോകും, കാരണം സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ കൂടെ വരും. അപ്പോൾ ഭയങ്കര പേടിയാണ്, പൊക്കിയാൽ നല്ല വഴക്ക് കിട്ടും. അങ്ങനെ ഇവള് പറഞ്ഞ് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരും കാണാതെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, ടീച്ചർമാരൊക്കെ തിരിച്ചു പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇവളും വേറൊരു കുട്ടിയും കൂടെ ടീച്ചർമാർ പോകുന്നത് വരെ പള്ളിയുടെ പുറവില്ല മതിലിൻ്റെ അവിടെ ഒളിച്ചു നിന്ന്. അപ്പോൾ ടീച്ചർമാരെല്ലാം പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇവൾ ഞങ്ങളെ കൊണ്ട് അപ്പുറത്തെ ആ സെമിത്തേരിയിൽ പോയി. സെമിത്തേരിയിൽ പോയപ്പോൾ ദൈവമേ, മൊത്തത്തിലൊരു പുകപടലും. ഞാൻ കണ്ടിട്ടുള്ള പ്രേത സിനിമകളിലെല്ലാം സെമിത്തേരിയിൽ ഭയങ്കര പുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തോ ഇങ്ങനെ പുക? അപ്പോൾ ഇവിടെ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞങ്ങൾ അതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര ഇടിയും മഴയും, ആകെ മൊത്തം നാശകോടാലി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് ആ സിനിമയിലൊക്കെ കണ്ട പോലെ പ്രേതമാണ് തോന്നുന്നു. ഞാനും അവളും കൂടെ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. അവിടെ അപ്പുറത്തെങ്ങാണ്ട് എന്തോ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പുകയാണെന്ന് അവിടുന്ന് ഇറങ്ങി ഓടുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട്. പക്ഷെ എന്നാലും ഈ മഴയെല്ലാം കൂടെ പെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി.